എഴുതി വെച്ചോളൂ. നിങ്ങളുടെ മനസ്സിൽ എഴുത്തിന്റെ പ്രകാശം ഉണ്ടാവും. എഴുത്തിന്റെ പ്രകാശം ഉണ്ടാവും. ആ പ്രകാശം ജ്വലിപ്പിക്കലാണ് നമ്മുടെ കടമ. ആ പ്രകാശം ജ്വലിപ്പിക്കലാണ് കൂടുതൽ കൂടുതൽ ജ്വാലയാക്കി വളർത്തലാണ് നമ്മുടെ കടമ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വായനയാണ്. വായന എങ്ങനെയാകാം എന്നുള്ളത് വലിയ വിഷയമാണ്. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉള്ള വായന. വാക്കുകൾ എവിടെയാണ് വിന്യസിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു. രണ്ട് വാക്കുകൾ, ഒരു വാക്ക് ഇവിടെയും ഒരു വാക്ക് അപ്പുറത്തും, അത് തിരിച്ചും വയ്ക്കുമ്പോൾ ആ വാക്കിലുണ്ടാകുന്ന ശക്തി, വ്യത്യാസം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ലതുപോലെ എഴുതി. വിഷയം തോൽക്കു ജയിക്കോ എന്നൊരു വിഷയമല്ല, കേട്ടോ, അതൊരു വിഷയമല്ല. പക്ഷെ എഴുതാൻ പഠിക്കണം. അതിനാദ്യം എന്താണ് വായന. നമ്മളുടെ വായന. ക്ലിയർ? ഓക്കെ, സൂപ്പറായിട്ട് എല്ലാവരും വേണം. എല്ലാവരും എഴുത്തുകാരായി ഒരു വലിയ കുതിച്ചുകാരണം സംസ്കാരികമായിട്ട് നമുക്ക് ഉണ്ടാക്കണം. എല്ലാവരും മനുഷ്യനാണ് എന്ന് തോന്നൽ എല്ലാവരും എഴുത്തുകാരാണ്. ജാതി, മനുഷ്യനെ പലതരത്തിൽ കാണുക, വിഘടിക്കുക, എതിർക്കുക, ഇതൊന്നുമല്ല വേണ്ടത്. സ്നേഹമാണ്, പരസ്പര ബന്ധമാണ്, നന്മയാണ് എന്നൊരാശയം മനസ്സിലാക്കിയിട്ടുണ്ടാകുക. എഴുത്തിനും അതിൻ്റെ ഗുണമാണ്. ഓക്കെ, നല്ല എഴുത്തുകാരായിരുന്നു. മനോഹരമായിട്ട് എഴുതണം. അടുത്ത ഒരു ജോലിയും തുടർന്ന് എഴുതണം, വായിക്കണം. എല്ലാവർക്കും അഭിമാനമായി ആശംസിക്കുന്നു. Masyado kurang.